ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇന്നലെ നമുക്ക് കഥ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്, അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്നലെ നമ്മൾ കഥ ഇടാതിരുന്നത്. അപ്പൊ എല്ലാവരോടും ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അനാമികയുടെ ഓരോ കള്ളത്തരങ്ങൾ പൊക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. അങ്ങനെ അനാമിക ഒരു 50 ലക്ഷം രൂപ നമ്മുടെ അനിയുടെ അക്കൗണ്ടിൽ നിന്നും അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അനി അത് അറിയുന്നുണ്ട്, പക്ഷെ അനാമികയാണ് എടുത്തതെന്നൊരു തെളിവില്ല. അനാമിക ഒരു 5 ലക്ഷം രൂപ ചോദിച്ചായിരുന്നു, അപ്പൊ അത് കൊടുത്തിട്ടില്ല. ഭയങ്കരമായിട്ടും അനാമിക ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അനാമികയുടെ തനി സ്വരൂപം വെളിയിൽ വരികയാണ്. എല്ലാ ദിവസവും ഒരു 5 ലക്ഷം രൂപ വീതമൊക്കെ സത്യം പറഞ്ഞ അനാമികയ്ക്ക് ചെലവാകുന്നുണ്ട്. അപ്പൊ അനി മടുത്തു, ഇതെല്ലാം കൊടുത്തു മടുത്തു. ഒരു വഴക്കുണ്ടാകണ്ടല്ലോ എന്നൊക്കെ ഓർത്താണ് അനി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അനാമികയോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല താനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊക്കെ ആദർശിനോടും നയനയോടും നമ്മുടെ അനി പോയി പറയുകയുണ്ടായി. അപ്പൊ ആദർശ് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അനി. അതുകൊണ്ട് തന്നെ അവള് ചെയ്യുന്ന എല്ലാ കൂത്തുകൾക്കും നീ കൂട്ടു നിൽക്കണ്ട. നിന്റെ അമ്മയും ഒക്കെ എന്റെ അമ്മയും ഒക്കെ അവൾക്ക് സപ്പോർട്ട് ആയിരിക്കാം. എന്റെ അമ്മ സപ്പോർട്ടാന്ന് പറയുന്നില്ല കേട്ടോ. കാരണം ആദർശിന്റെ അമ്മ അനാമികയെ വെറുത്തു തുടങ്ങി. ദേവയാനി നയനയെ സ്നേഹിച്ചും തുടങ്ങി. കരള് കൊടുത്ത് അന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ, നമ്മുടെ നയനയാണെന്നൊക്കെ അറിഞ്ഞാണ് കൂട്ടിക്കൊണ്ട് വന്നത് നയനയുടെ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും അറിയത്തില്ല നമ്മുടെ നയനയും ദേവയാനിയും തമ്മിൽ സ്നേഹമായെന്ന്. വേറെ ആർക്കും എന്ന് പറഞ്ഞാല് അവിടുത്തെ ദുഷ്ട സ്ത്രീകളായ പെൺപടകൾക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ നയനയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇവര് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ്. മൂർത്തി ഇവിടുന്ന് 50 ലക്ഷം കാണാതെ പോയി. ഇത് നിരന്തരം തുടർന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇത് നിരന്തരം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയാവില്ല എന്ന് മൂർത്തിക്ക് മനസ്സിലായി. അതിനിപ്പോ വീട്ടിലുള്ളവരാണെങ്കിലും വീട്ടിൽ പുറത്തുള്ളവരാണെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാവൂ. 50 ലക്ഷം രൂപ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാര കേസൊന്നും അല്ല. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു മാലയുടെ കേസും അതിനിടയിൽ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ ആദർശ് ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. ദേവയാനിയൊക്കെ കൂടെ പോകുന്നുണ്ട്. ആദർശും ദേവയാനിയും നയനിയും ഒക്കെ ചെന്നാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. 50 ലക്ഷം രൂപ പോയിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് പോലീസുകാർ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൂർത്തിയും പോകുന്നുണ്ട് കേട്ടോ. മൂർത്തി മുത്തശ്ശനും പോകുന്നുണ്ട്. അപ്പൊ മൂർത്തി മുത്തശ്ശൻ അവിടെ വെച്ച് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 പേരെ സംശയമൊക്കെ ഉണ്ട്. സംശയം അത് വെറും സംശയം മാത്രമാണ്. ഇതിനി പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ വന്ന് തുടർച്ചയായി മോഷ്ടിക്കുന്നതാണെങ്കിൽ ആ മാലയും കാണാതെ പോയല്ലോ. അങ്ങനെ മോഷ്ടിക്കുന്നതാണെങ്കിൽ എന്താണെങ്കിലും ഇതിനൊരു അവസാനം വേണമല്ലോ സാർ. അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ മൂർത്തി സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങൾ ഇപ്പോഴല്ലായിരുന്നു ഈ കേസ് ഇവിടെ തരേണ്ടത്. അന്ന് നിങ്ങൾ ആ ഒരു മാലയുടെ കേസ് പിൻവലിച്ചു. അന്ന് ഞാൻ പറഞ്ഞതാണ് ആദർശിനോടും ആദർശ് സാറിനോടും അതുപോലെ മേഡത്തിനോടൊക്കെ പറഞ്ഞതാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസിന്റെ ഒക്കെ ഇത് വെച്ചാണ് അന്ന് ആ ഒരു കേസ് മാറ്റിവിട്ടത്. പക്ഷേ ഞങ്ങൾ ആ കേസ് പതിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അതും നിങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെയാണ്. അതിനിടയിൽ ആദർശിന് ആ മാല കിട്ടുകയൊക്കെ ഉണ്ടായി. ആദർശ് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ടായിരുന്നു, ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന്, വേറെ ആരും അറിയരുത് എന്ന്. അതുകൊണ്ട് തന്നെ ആദർശ് സാറ് തന്ന കേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ഒരു ഊറ്റമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ മാലയുടെ കേസ് വേറെ ആരുമല്ല, നിങ്ങളുടെ വീട്ടിലെ പുതിയ മരുമകളായ അനാമിക, വേണു എന്നും രേവതിയുടെയും മകളായ അനാമിക തന്നെയാണ് ആ ഒരു മാല അവിടെ നിന്ന് എടുക്കാൻ ചാൻസ് കൂടുതൽ. അനാമിക അല്ലെങ്കിൽ വേണു അല്ലെങ്കിൽ രേവതി തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം ആ നെക്ലേസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ആഭരണം കൊടുത്തിരിക്കുന്ന ആള് വേണുമായിട്ട് പരിചയത്തിൽ ഉള്ള ഒരാളാണ്. ആ ആള് വേറൊരാൾക്ക് ഇത് കൈമാറി. ആ ആളാണ് ഞങ്ങളോട് ഈ വിവരം പറഞ്ഞത്. അപ്പൊ ഈ 3 പേരെ ഇതിൽ തുടർച്ചയായി കളിച്ചു വന്നു. ഏതായാലും ഞങ്ങൾ അത് കണ്ടുപിടിച്ചതാണ്. അനാമിക എന്ന് പറയുന്ന അനാമികയോ അല്ലെങ്കിൽ രേവതിയോ വേണുവോ ഇവരാരോ ഒരാൾ തന്നെയാണ് ആ മാല മോഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഇൻഫർമേഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുക്കുപണ്ടങ്ങള് പണിയിപ്പിച്ചിട്ടുണ്ട് അവര്. അപ്പൊ ഇവരെ പിന്തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആ ഒരു മുക്കുപണ്ടം പണിയിപ്പിച്ച ആ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അവര് കുറെ മുക്കുപണ്ടങ്ങള്, അതും മൂർത്തീസ് ജുവലറിയുടെ തന്നെ മുക്കുപണ്ടങ്ങള് കുറച്ച്
പണിയിപ്പിച്ചിട്ടുണ്ട്. ആ പണിയിപ്പിച്ച മുക്കുപണ്ടങ്ങളും അവരുടെ കയ്യിലുണ്ടെന്ന് പറയാ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി അന്തം വിട്ടു പോവാണ് കേട്ടോ. അപ്പൊ ദേവയാനി പറഞ്ഞു, അതെ അതെ, ഞാന് അവക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾക്ക് കുറച്ച് തിളക്കവും പോളിഷും ഒക്കെ അത് നന്നായിട്ട് വെട്ടിത്തിളങ്ങിയിരുന്നു. ഞാൻ പഴയ സ്വർണ്ണം അച്ഛാ കൊടുത്തത്, പക്ഷേ അവളുടെ കയ്യിലിരിക്കുന്നതെല്ലാം പുതിയ സ്വർണം പോലെ തന്നെയാ. അതിപ്പോ ഞാൻ നയനമോളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ നയനയും പറഞ്ഞു, അതെ അത് അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ഭദ്രമായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, എങ്കില് എത്രയും പെട്ടെന്ന് അത് നിങ്ങൾ കൊണ്ടുപോയി അതിന്റെ മാറ്റ് നോക്കണം. അത് നിങ്ങൾ ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരക്കിയിട്ട് നിങ്ങൾ അതിവിടെ കൊണ്ടു തരണം. അത് തൊണ്ടി മുതലാണ്, അപ്പൊ അതിവിടെ കൊണ്ടു തരണം എന്ന് പറയുകയാണ്. ഏതായാലും ഇത് കേട്ട പാതി കേൾക്കാതെ പാതി ആദർശും നയനയും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന ഈ ഒരു സമയത്ത് അനാമികയോ ജാനകിയോ ജലജയോ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇവർക്ക് നമ്മുടെ അനാമികയെക്കാളും സംശയം ജലജയും അഭിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ജലജയും അഭിയും ഒന്നും കള്ളനും കള്ളി അല്ലാതെ തീരുകയാണ് ഈ അനാമികയ്ക്കും വേണുവിനൊക്കെ മുമ്പില്. ജലജയും അഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, അതായത് ഇത്ര ലക്ഷം രൂപയൊന്നും ഒറ്റയ്ക്ക് കട്ടോണ്ട് പോകാനുള്ള ആ ഒരു വെളിവും ബോധവും വെള്ളിയാഴ്ചയും ഒന്നും അഭിക്കില്ല, ആ ഒരു ബുദ്ധിയും ബോധമൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ അനാമിക എത്രമാത്രം കുരുട്ടുബുദ്ധി ഉള്ളവളാണെന്നും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിൽക്കാൻ അർഹതയുള്ളവളല്ലെന്നും അവിടെ തെളിയുകയാണ് കേട്ടോ. ഏതായാലും ആ ഒരു തൊണ്ടി മുതൽ എടുത്തുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഇതെല്ലാം അറിഞ്ഞു എന്ന് ഒരിക്കലും അനാമികയോട് പറയുന്നില്ല. അപ്പൊ അനാമികയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് എന്തെങ്കിലും നശിപ്പിക്കും. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുകയാണ്, ഇതൊന്നും നിങ്ങൾ ആ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയോട് പറയാൻ പാടില്ല. ഇത് തൊണ്ടി മുതൽ ഇവിടെ കൊണ്ടുവന്നു, ഇനിയിപ്പം ഞങ്ങൾക്കൊരു ഫയലൊക്കെ രജിസ്റ്റർ ചെയ്യാനുണ്ട്, ഒരു ഫയലൊക്കെ എഴുതാനുണ്ട്. 2-3 ദിവസത്തിനകം ഞങ്ങൾ പോലീസ് അവിടെ വന്ന് അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോരും. അപ്പം അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൂടെ വ്യക്തതയൊക്കെ ആകാനുണ്ടെന്ന് പറയുകയാണ്. അപ്പം ാണ് നമ്മുടെ ദേവയാനി വേറൊരു വകുപ്പും കൂടെ അവരുടെ പേരിൽ ചുമത്തണം. അത് വേറെ ഒന്നുമല്ല, എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവര് തന്നെയാണ്, പാലിൽ വിഷം കലർത്തിയത് അവര് തന്നെയാണ്, നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് എനിക്കാണ് വന്നത്, അതുകൊണ്ട് സാർ അതും കൂടെ ചുമത്തണം എന്ന് പറയുന്നത് ആ ഒരു കേസും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയ്ക്ക് ഇനി ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിലാണ് അനാമികയെ പൂട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. പിന്നെ വേറൊരു വൻപൻ ടിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നന്ദു ഒരു SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേസ് നടക്കുന്നതിന് ഇടയിൽ തന്നെ നമ്മുടെ നന്ദുവിന് SI സെലക്ഷൻ കിട്ടുകയാണ്. അങ്ങനെ നന്ദുവിന് SI സെലക്ഷൻ കിട്ടി. കനകദുർഗയൊക്കെ ആ ഒരു ഇതൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. നന്ദു വലിയ സന്തോഷത്തിലാണ്. അപ്പൊ ഫിസിക്കലി ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നമ്മുടെ നന്ദു പാസ്സായതിന് ശേഷമാണ് വീട്ടിൽ വന്ന് പറയുന്നത്. അതിനിടയിൽ ഒന്നും പറഞ്ഞില്ല കേട്ടോ നന്ദു ഈ ഒരു കാര്യം. അപ്പൊ എല്ലാ കാര്യവും കഴിഞ്ഞ് ജോലിക്ക് കയറുന്നതിന് പിറ്റേ ദിവസം ആണ് നമ്മുടെ നന്ദു ആ യൂണിഫോമുമായിട്ട് വന്ന് കനകദുർഗയുടെയും നമ്മുടെ ഗോവിന്ദന്റെയും ഒക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു വേഷവും ഇട്ടുകൊണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് ഒരു പോക്ക് പോകുന്നുണ്ട് നമ്മുടെ നന്ദു. അതൊരു 1.5 പോക്ക് തന്നെയാണ്. ഒരു മാസ് പെർഫോമൻസ് അവിടെ പോയി കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ അനാമികയൊക്കെ ചൂളിപ്പോവും. അപ്പൊ തന്നെയാണ് അനാമികേനെ അറസ്റ്റ് ചെയ്യുന്നത്. ആര്? നമ്മുടെ നന്ദു തന്നെ ആയിരിക്കും അനാമികേനെ അറസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റേഷനിൽ തന്നെ CI ആയിട്ട് നമ്മുടെ അനാമിക പോസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനാമികയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതും നന്ദുവും നന്ദുവിന്റെ ടീമായ പോലീസുകാരുമാണ്. ഏതായാലും ഇതൊക്കെ വലിയൊരു അടിപൊളി ട്വിസ്റ്റ് ആയിട്ടാട്ടോ വരുന്നത്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, നമുക്ക് ഇന്നോ നാളോ വരുന്ന വിശേഷമല്ല, അപ്കമിങ് എപ്പിസോഡാണ്. ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. കമ്മിങ് സൂൺ പ്രമോയാണ്. ഇപ്പൊ എടുത്തെടുത്ത് പറയുന്നത്, നമുക്ക് ഡേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലവരൊക്കെ പറയുന്നുണ്ട് ഡേറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന്. നമുക്കൊരു ഡേറ്റ് കൊടുക്കണം. ഏതായാലും ഇനിയിപ്പോ അന്നത്തെ ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നോ നാളത്തെ ഡേറ്റ് അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നാളത്തെ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോ വരാൻ പോകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ കേട്ടോ. ഇപ്പൊ ഞാൻ തുടർച്ചയായിട്ട് ബാലൻസ് ആണെന്നും പറഞ്ഞു പോരുന്നത്. എന്നും കറക്റ്റ് 12:30 ആകുമ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നും കറക്റ്റ് 12:30 നമ്മൾ ഇടാറുണ്ട്. ഇന്നലെ മാത്രമാണ് ഇടാതിരുന്നത്, വിശേഷ ദിവസമൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസം ഞാൻ തിരക്കായി പോയി. എന്നാലും ആ തിരക്കിന്റെ ഇടയിലൊക്കെ ഞാൻ ഇട്ടായിരുന്നു. ഇന്നലെ സത്യത്തിൽ കാലുകുത്താൻ പോലും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇടാൻ ഓർത്തിരുന്നതാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്നും ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ
നമ്മുടെ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരും. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എന്നും ആവർത്തിച്ച് പറയാന്ന് നിങ്ങൾ ഓർക്കരുത്. കാരണം ഒരു ദിവസം നമുക്ക് പുതിയ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു 100-200 സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പം അവരോട് ഇത് പറയണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. അപ്പൊ ഇനിയും വൻപൻ ടിസ്റ്റുകളുമായിട്ടാണ് നമ്മുടെ കഥ മുമ്പിലേക്ക് പോകുന്നത്. ത്രില്ലർ ആയിട്ടാണ് കഥ മുമ്പിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് വലിച്ചു നീട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ. പിന്നെ എന്തിനാണ് ചിന്നു ഇങ്ങനെ കഥയെ പുകഴ്ത്തുന്നത് എന്ന്. നമ്മള് ചെയ്യുന്ന കഥയാണ് അത്. നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഞാൻ ഇഷ്ടപ്പെട്ടേ പറ്റൂ. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ഈ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ വെറും കഥകൾ മാത്രമാണ്. എല്ലാവരും കഥകൾ മാത്രമായിട്ട് ഉൾക്കൊള്ളുക. അതിൽ വേറെ ഒന്നും നമുക്ക് അതിൽ ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. അതിപ്പം കഥ എന്ന് പറയുമ്പോൾ അതിൽ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും നമ്മൾ കഥയാണ്, നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, നമ്മൾ ആസ്വദിക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ അത് മാത്രം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അല്ലാതെ ഇത് ആഴമായിട്ട് നമ്മൾ അഡിക്റ്റ് ആയിട്ട് അങ്ങനെ കണ്ട് വിലയിരുത്താതിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.